ഹായ് ഹലോ വെൽക്കം ടു നീൻസ് വ്ലോഗ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കക്കാടംപൊയിൽ പോയ സമയത്ത് തന്നെ കുരിശുമലയിലും കോഴിപ്പാറ വെള്ളച്ചാട്ടം കൂടെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ക്ലിപ്സൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം. നമ്മളൊരു 11 മണിയോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അവിടെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. ഞങ്ങൾ പോയ സമയത്ത് മഴക്കാലമാണെങ്കിൽ കൂടിയിട്ട് അന്ന് അത്യാവശ്യം മഴ മാറി നിന്നൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രാവൽ മുന്നോട്ട് പോകാമെന്ന് വെച്ചത്. അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റി. തലേദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ട് എന്നല്ലാണ്ട് വേറെ വലിയ മഴയതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവാണ്. നമ്മൾ നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഓഫ് റോഡൊക്കെ ജീപ്പ് വഴിയാണ് പോയത്. അപ്പം അമ്മ നമ്മളെ കൂടെ വന്നില്ല കേട്ടോ, ജീപ്പിൽ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി നമ്മൾ എല്ലാവരും കൂടിയാണ് ജീപ്പ് എടുത്ത് പോയത്. അടിപൊളിയാട്ടോ, എനിക്ക് ജീപ്പിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്കിന് നമ്മളൊരു വഴിക്കാവും. എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ നമ്മളവിടെ എത്തുമ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം റീലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ചായയൊക്കെ വിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ചായ അങ്ങനത്തെ ആരും ഇല്ലായിരുന്നു. അവിടുത്തെ കട പോലും ക്ലോസ്ഡ് ആയ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുരിശുമലയിൽ എത്തി. ഇതാണ് കേട്ടോ ഒരു കുരിശിൻ്റെ ആ ഒരു സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നത്. കോഴിക്കോടായിട്ട് പോലും ഞാൻ ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് പോലും ഇപ്പോഴാണ് എനിക്ക് വരാനൊക്കെ പറ്റിയത്. അടിപൊളിയാണ്. ഇവിടുത്തെ ഈ ഒരു ഗ്രീൻ കളർ അതാണ് അടിപൊളിയായിട്ടുള്ളത്. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് പേര് ഇവിടേക്ക് വന്നത്. മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഈ കക്കാടംപൊയിൽ ഉള്ള ഈ ഒരു. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ കക്കാടംപൊയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കുരിശുമല ഉള്ളത്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്ലേസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ ഈ മഴക്കാലത്ത് വന്നുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതായത് പുതിയതായിട്ടുണ്ടായിട്ടുള്ള പുൽമേടുകളും ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ട്രക്കിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചെറിയൊരു ട്രക്കിംഗ്, ഒരു 2 കിലോമീറ്റർ ട്രക്കിങ്ങേ ഉള്ളൂ, എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയും കൂടെ പോകാമെന്നാണ് ഏറ്റവും നല്ലത്. അടുത്ത് തന്നെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മെല്ലെ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല കാറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു വെയിലിൻ്റെ ഇതും കൂടുതലായിട്ട് വന്നു. അങ്ങനെ നമ്മൾ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തി. അപ്പോൾ അവിടെയും കുറേ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകളൊക്കെ അവിടെ വിടുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ ആ ടൈമിൽ. അപ്പം ഇവിടെ ഒരു ഞാവൽ മരം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഞാവലൊക്കെ പൊട്ടിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൾബറി, അങ്ങനെ ഒരുപാട് എന്തിൻ്റെയൊക്കെയോ മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അടിപൊളി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ ഉള്ള ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുളിക്കാനൊന്നും പറ്റില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്തായിപ്പോയി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്.
ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ആർക്കും കുളിക്കാനോ അതിൻ്റെ അടുത്തേക്ക് പോകാനോ ഒന്നും പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. അപ്പം നെക്സ്റ്റ് വീഡിയോ വരണമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് പറയുകയാണ്. അപ്പം നെക്സ്റ്റ് എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇതിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.